ചെറിയ കാര്യമൊന്നും അല്ല. അതങ്ങനെ തനിക്കറിയോ, 25 കൊല്ലം കഴിയുമ്പോ പാലിന്റെ ആവശ്യം 517 ദശലക്ഷം ടണ്ണായിട്ട് മാറും. അതുകൊണ്ട് ഈ ക്ഷീരന്മാരെയൊക്കെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? കർഷകന്മാരെ ഉത്തേജിപ്പിക്കണം. പിന്നെ ഇപ്പൊ പാലിന്റെ വില കൂട്ടിയത് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ. അതെ അതെ അതെ. ശരി ശരി, താൻ വെച്ചോ. അല്ല അതെ, 2 പേരേ ഉള്ള, ബാക്കി ക്ഷീരന്മാരൊക്കെ ഇവിടെ. അല്ലെങ്കിൽ എന്റെ ആത്മാർത്ഥത കൂടുതലാ, ഞാൻ ഓരോരുത്തരെയും മാറി മാറി വിളിച്ചത്. ഈ ഫോണിന്റെ പുള്ളിയോണ്ട് കേട്ട വഴിക്ക് എല്ലാവർക്കും വരാൻ പറ്റുമോ? ഓരോരുത്തർക്ക് വേറെ 100 പണിയുണ്ടേ. ഇതിപ്പോ ഞങ്ങൾ രണ്ടാളും പുല്ലരിഞ്ഞ സമയത്താണ് ഇപ്പൊ മെമ്പറുടെ വിളി വന്ന്. പിന്നെ ഈ വഴിക്കാണല്ലോ പോണ്, അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അല്ലെങ്കിൽ ഞങ്ങൾ എവിടുന്ന് വരാനാ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ ഈച്ച അടിച്ചിട്ട്. നിങ്ങൾ എന്താ കാര്യം പറഞ്ഞാലേ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞാ പറയാ. 2019 പാലിന് വില കൂടിയ ശേഷം പിന്നെ പാലിന് വില കൂടിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വില കൂടിയത്. അതാ ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ നേതാക്കന്മാരുടെ പിടിപ്പ് കേട്. കൊല്ലം കൊല്ലം ഓരോ സാധനത്തിന് വില കൂടും. നമുക്ക് മാത്രം ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞിട്ട് അവര് നക്കാപ്പിച്ച കൂട്ടി കിട്ടി. അല്ല ഇനിയിപ്പോ ഈ 2019 വില കൂടി തന്നെ ഇപ്പൊ എത്രയാണ്? 4 ഉറുപ്പ്യാണ് ഇപ്പൊ 2019 പറഞ്ഞു കേട്ടോ, 4 ഉറുപ്പ്യ പോലെ. അങ്ങനെയുള്ള സംസാരം ഒന്നും വേണ്ട. അതെ, പാലിന്റെ ഗുണനിലവാരം അനുസരിച്ചിട്ട് ക്ഷീര കർഷകന്മാർക്ക് 38 രൂപ 40 പൈസ മുതൽ 43 രൂപ 50 പൈസ വരെ അവർക്ക് കിട്ടുന്നുണ്ടേ. മെമ്പറെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, പശുവിന്റെ അകിടിലേക്ക് ഇങ്ങനെ പാത്രം നിരക്കി വെച്ചാൽ പാലും ഇങ്ങോട്ട് ചൊറഞ്ഞു വെച്ചൊന്നുമില്ല, നന്നായിട്ട് തിന്നാൻ കൊടുക്കണം. അപ്പൊ നേരം വെളുക്കുമ്പോ പോയതാണ് 4 പുല്ലിന്. എന്റെ പൊന്നു കോഴെ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളി എന്റെ കോയെ, അതുകൊണ്ട് നിങ്ങളുടെയും പശുവിന്റെ ഒക്കെ പള്ള നിറയ്ക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ പാലിന്റെ വില കൂടിയിരിക്കണം. വെറുതെ അല്ല, നന്നായി അധ്വാനിച്ചിട്ടാണ്. മീറ്റിംഗ് കാര്യല്ല. അതുകൊണ്ട് എല്ലാരും നല്ല സംഭാവന ചെയ്യണം. പറയട്ടടോ. നിങ്ങൾക്ക് പറയാലോ, എന്നാ പറയുക. പൈസ വേണ്ട, പിന്നെ നിങ്ങൾ പാല് സംഭാവന. പുതിയ ഐഡിയ ഐസ് ഐഡിയ. അപ്പൊ കായ് വെച്ച ആൾക്കാരറിയും, പാലാവും പറയില്ലല്ലോ. പാലിന് വെച്ചപ്പോ വലിയ നിങ്ങൾ എനിക്ക് പാല് എനിക്കല്ല സംഭാവനയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. നല്ലപോലെ പാല് ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ക്ഷീരസംഘങ്ങൾക്ക് കൊടുക്കണം. ഇത്രയല്ലേ വേണ്ടു, പോട്ടെ. ഉൽപാദനം കൂട്ടിക്കോളണം. അതെ, ഈ പറമ്പിലെ പുല്ലുണ്ടാവും. നാളെ വന്ന കുറച്ച് പുല്ല് ഈ പറമ്പിലേക്കായിട്ട് കുറെ പറിച്ചില്ല. ഉണ്ണി ഇന്നലെ വന്ന് കുറെ പറിച്ചിട്ട് പോയല്ലോ. പോയാ? ഇനി ഇല്ലല്ലേ? ഇല്ല, ഇനി ഉള്ളതല്ല. ഉൽപാദനം കൂട്ടണം, പുല്ലൊന്നുമില്ല. പിന്നെ പാർട്ടി സമ്മേളനം ഉടനെ ഉണ്ട് കേട്ടോ, അപ്പൊ ഞാൻ കാണാം. ശരി ശരി ശരി. ഓക്കെ, മൂപ്പരിപ്പോ മൂപ്പരെ കറന്നിട്ടപ്പോ പാല് കൊടുക്കണോണ്ട്. എന്ത് ക്ഷീരന്മാരാണ് പറഞ്ഞാലും മനസ്സിലാവൂല. ഫ്രണ്ടിലോട്ട് നീങ്ങാൻ പറയുന്നു. നീങ്ങ അവിടെ കൊടുക്കിട്ടില്ലേ? കൊടുക്കണെങ്കിൽ ചാവൂ. നീങ്ങിപ്പോ എവിടേക്ക് തന്നണ്ട മേടിക്കാനായിട്ട്. തള്ളല പയ്യനാ? പയ്യേ ഒരു കല്യാണം. അതെ രാവേട്ടാ, അവന് കൊടുക്കണ്ട ID കാർഡ് ഉണ്ടാ? ഇല്ല. എന്നാ ഇല്ല. ആർക്കാണ്? അച്ഛന്. അച്ഛനോട് വരാൻ പറ. എന്തിന്? എടാ, 18 വയസ്സായവർക്ക് മദ്യം കൊടുക്കാൻ പാടുള്ളൂ. നീ ID കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ അച്ഛനോട് വരാൻ. സാധനം കൊടുക്കാൻ പറ്റണല്ലേ? അത് ഞങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോളൂ. ഞാൻ മേടിക്കും. കല്യാണി കുടിക്കാവുന്ന മീനാക്ഷിയാണ് നിനക്ക് തന്നെ. പോടാ, മാറ്റിയവനാ. നീ മാറുമല്ലേ പോലീസിനെ വിളിക്കണം.
നിനക്ക് നിക്കവിടെ രതീഷ് ഭായ് അപ്പുറത്ത് നോക്കി കൗണ്ടർ നോക്കി അപ്പുറത്ത് വാങ്ങിക്കും ആദ്യമായിട്ട് കുടിക്കണ പോലെ കുടിക്കുക അറിയാം സുഖല്ലേ രതീഷ് ഭായ് ഇതൊക്കെ ചായ കുടിച്ചാ അത് കഴിച്ചടാ നമ്മളാ സ്ഥിരം സാധനം ഒരു 10 ലിറ്റർ. അയ്യോ 10 ലിറ്റർ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. 3 ലിറ്റർ തരാൻ പാടുള്ളൂ. പിന്നെ രതീഷിന് ആയതുകൊണ്ട് 6 രൂപ ഇവിടുന്ന് തന്നതാണ് കേട്ടാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ 7 മണിക്ക് അടയ്ക്കണം. 9 മണിക്ക് തുറന്നു വെച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒന്നല്ലേ വാങ്ങിക്കുള്ളൂ. ചേട്ടാ ഇവിടെ വന്ന ജവാ മുഴുവൻ നിനക്കാ തരുന്നത്. നീ വിറ്റോട്ടെ എന്ന് ഓർത്തിട്ട് ഇവിടെ അത് കൊടുക്കാറില്ല. എഴുതി വെച്ചാണ്ടില്ലേ? അല്ല ഇത് നമുക്കുള്ളതല്ലേ? അത് സാധനത്തിന്റെ ഇത് നിങ്ങൾക്കുള്ള വലുതാ. അതെ ശ്രദ്ധ വേണോട്ടാ. നല്ല കച്ചവടം ഉണ്ട്. അതെ ഒന്നിച്ചിങ്ങാട് വന്ന് 10 ലിറ്റർ ചോദിക്കരുത്. 2-3 വട്ടമായിട്ട് വന്ന് മേടിക്കും. 3 വെച്ച് കേട്ടോ. എന്തിനാ നമ്മളിങ്ങനെ ശ്വാസം മുടിച്ചു കൊല്ലുന്നു? എന്താ വേണ്ടത്? എന്താ വേണ്ട? ഏത് ഒരു ബാർബർ തന്നെ, ബാർബറല്ലേ ജവാൻ ഇതന്നെ ഒരു ഞാൻ കുടിക്കും. എത്ര? ഒരു കാഫ്. കൊണ്ട പൈസ ഉണ്ട്? പൈസ തന്നില്ല, ആദ്യം തന്നില്ല. അതെ ഞാൻ ചോദിക്കുന്നത്, വേഗം കൊടുക്ക്. നമ്മള് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ആണ് പൈസ ഉണ്ടാക്കുന്നത്. അതിവിടെ ശ്വാസം മുട്ടി ചാവാനല്ല. നല്ല കാര്യമല്ലേ? നമ്മള് പൗരന്മാര് രാജ്യത്തിനും കൂടി വേണ്ടി ജീവിക്കണ്ടേ? നമുക്കൊരു രാജകീയ പാതവി കിടക്കണടാ. സാറേ ഒരു ക്ലാസിക് പൈന്റ് അതില്ല. ക്ലാസിക് പൈന്റ് ഇല്ലേ? ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഒരു കാർ ചെയ്യുന്ന ഒരു പിന്നെ എവറഡി ഗോൾഡ് ഇല്ല ഇല്ല എവറഡി ഗോൾഡ് ഇല്ലേ? ഇത് നിങ്ങൾ ഇല്ലാത്ത ചോദിക്കല്ല, ഇല്ലത് ചോദിക്ക്. അയ്യോ അപ്പൊ വേറെന്താ എസെഞ്ച് റം എസെഞ്ച്? അതെ ഭായ്, കുറഞ്ഞതൊന്നുമില്ല. അതെന്താ കുറഞ്ഞതില്ലാത്ത? കുറഞ്ഞതില്ലാത്തെന്ന് പറഞ്ഞാൽ സ്പിരിറ്റിന് വില കൂടി. അപ്പൊ കുടിക്കണ്ടേ? കുടിക്കണ്ടല്ല, അത് കമ്പനിക്കാരിപ്പോ പഴയ വിലക്ക് സർക്കാരിന് മദ്യം തരണില്ല. അപ്പൊ വില കൂടുക. നിങ്ങൾ അതൊന്നും പറയണ്ട. നിങ്ങൾ ഈ വില കുറഞ്ഞ സാധനം നിങ്ങൾ പൂത്തി വെക്കും, എന്നിട്ട് നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടിട്ട്. ഇല്ല ഭായ്, ഇവിടെ എന്തെങ്കിലും തരണേനെന്താ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കുടിക്കണ്ടേ? എന്താണ് ജോലി? എന്താണ്? തള്ളാതെ നിക്ക്, താഴെ എല്ലാവർക്കും തരും. ഞാൻ കറവാണ് സാറേ, കറവ എനിക്ക് വേണം, മദ്യം വേണം. അപ്പൊ നമ്മൾ ഒരു ടീമാണല്ലോ. ഒരു ടീം? എന്ത് ടീം? ഭായി പാലിനും മദ്യത്തിനും ഒരു ദിവസം തന്നെയാണ് വില കൂട്ടിയേക്കുന്നത്. അപ്പൊ പാൽ ആരോഗ്യത്തിനും മദ്യം മനസ്സിനും ഉള്ളതെന്ന് സർക്കാരിന് ദീർഘവീക്ഷണമുണ്ട്. അതെ, അതുകൊണ്ട് എന്താ കാര്യം? ഇത് വില കൂട്ടി അങ്ങനെ പോകും. എന്ന് വില കൂട്ടുക? നമ്മള് വില കൂട്ടണല്ല, സർക്കാർ മുതലാകണ്ടേ. ഇപ്പൊ 2021 തന്നെ 14,500 കോടി രൂപയാണ് ഞങ്ങള് കള്ള് വിറ്റിട്ട് ഖജനാവിലെത്തിച്ച. നിങ്ങൾ എത്ര പശുവിനെ കറന്ന് എന്തോരം പാലെടുത്താലാണ് ഈ പൈസ എത്തിക്കണ. അപ്പൊ അതുകൊണ്ട് മദ്യത്തിന് 4% കൂടെയാണ്. വേഗം മേടിച്ചോ, അല്ലെങ്കിൽ ഇനിയും കൂടും. ഇത് മാസം നിങ്ങൾ കൂട്ടി വരിക. ഞാൻ കൂലി കിട്ടണത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് തരാം. എന്റെ ഭായി, ഈ വില കൂട്ടണത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണല്ല. ഈ പൈസ മുഴുവൻ സർക്കാരിലോട്ടാ ചെല്ലണം. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ശമ്പളം കൊടുക്കാനും ഒക്കെയാണ് ഈ പൈസ ഉപയോഗിക്കണം. വില കൂടി നിങ്ങൾ കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സർക്കാരിന്റെ മദ്യവിമുക്തിയിൽ പോയി എന്നിട്ട് കുടി അങ്ങോട്ട് നിർത്ത്. അതൊക്കെ ഞാൻ പോയി അവിടെ പോയി കുറെ അവര് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറഞ്ഞു. ഇങ്ങനെ പ്രതിജ്ഞ എടുപ്പിച്ചവര്. എന്നിട്ട് തിരിച്ചു വന്നപ്പോ അവര് എനിക്കൊരു പൈറ്റ് തന്നു. കൊറേ മദ്യവിമുക്തിക്ക് പോയ ഒരു കള്ളുകൂടി നിർത്തി. അപ്പൊ അതിന്റെ വരുമാനവും കൂടി ബാക്കി കുടിയന്മാരിൽ നിന്ന് നമുക്ക് വരുത്തണ്ടേ? അപ്പൊ ഇപ്പൊ കുടിക്കണവരിന്ന് വില കൂട്ടിയിട്ട് അത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കൂട്ടണത്. മനസ്സിലായോ? ഇപ്പൊ പാലിനൊക്കെ വരുമാനം കൂടുതൽ കിട്ടണല്ലേ? അതിൽ നിന്ന് കുറച്ച് പൈസയും കൂടി ചേർത്തിട്ട് ഒരു സെലിബ്രേഷൻ മേടിച്ചിട്ട് ഹാപ്പി ആയിട്ട് രാത്മേ സോജ ഏതേലും തരും നിങ്ങൾ. സെലിബ്രേഷൻ അടിച്ചു കൊടുക്കുക. എത്ര? ഉള്ളെടുത്തോ? ഇത് നിങ്ങൾ പറയണത് നമ്മൾ കുടിക്കണം. ഹാപ്പിയല്ലേ? അതെ, പാലിന് വില കൂടി ഇവന്മാർക്കൊക്കെ അഹങ്കാരം. ജവാൻ വേണമെങ്കിൽ ആ രതീഷിന്റെ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ആണല്ലേ?
ഇതാ കൂടി ചായ മോനെ ചായക്കൊക്കെ വില കൂടിക്കണട്ടോ 15 ഉറുപ്പ്യ ചായക്ക് 15 രൂപയോ? ആ പാലിന് വില കൂടി ഒന്നും അറിഞ്ഞില്ലേ? പാലിനും വില കൂടി ചായക്കും വില കൂടി. ഇതില് പാലില്ലല്ല. അത് പാലില്ലേ? ഇല്ല. പാലൊക്കെ ധാരാളമാണ് എനിക്ക്. ഈ ഓടക്കോയിൽ ഈ നിറച്ച പോലെ ഇത്രയല്ലേ ഉള്ളൂ. ഈ ഓടക്കൊല്ലം അല്ലാതെ പാല് കുടിക്കണ്ടേ? അല്ല ബന്ധവ പാലല്ല പയ കഴിക്കണ്ടെന്നാ റോബസ്റ്റ് കഴിക്കും. ഇത് കഴിച്ചാൽ എന്റെ ആരോഗ്യം ഇങ്ങോട്ട് പോരും. കഴിച്ചോട്. റോബസ്റ്റ് പുതിയ പാല് വന്ന് എടുത്തു വെച്ചോ? പുതിയ പാലെടുത്ത് വെച്ചാ? അതിന് പുതിയ പാലപ്പ വന്നില്ലേ? വന്നില്ലല്ലോ. എന്തെത്ര നേരമായിട്ട് പറയാത്തെ? അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞാൻ മാത്രം അവിടെ ഉള്ളത്. നിങ്ങൾ നോക്കിക്കൂടെ? ഇവിടെ എല്ലാ പണിയും കൂടി എനിക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങള് പണിക്കാരനാ, ഞാനാ ഇതിന്റെ ഓണർ. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. 17 ആ എന്താ 20 രൂപ? എന്റെ സതീത്തിന് ഞാൻ എന്താണ് തരേണ്ടത്? എന്താണ് നിൽക്കാൻ പയ്യോന് പൈക്ക് പുല്ലേറ്റ് വന്നിക്ക. എന്തൊരു കട്ടാണ്. അവിടെ ഇരിക്കേ. കുടിച്ചേക്കാ? കുടിച്ചിട്ട് നല്ല പോകും. നിക്കാൻ പയ്യോന്. ഇതെന്ത് കുടിയാണ്? കുറച്ച് പുല്ലരിയാൻ പോയത്. ആ അപ്പൊ പുണ്ണാക്കം മേടിക്കണല്ലോ. ആ ബൈക്ക് ആ പുല്ല് അരിഞ്ഞ് പുണ്ണാക്കം മേടിക്കുക. പുണ്ണാക്കിന്റെ അപ്പുറത്തെ ബീവറേജ് അടുത്ത് വെള്ളം അടിച്ച് ഒരു കോട്ട്. ആ മതിയല്ലോ. പിന്നെ ആരല്ലോ തന്ന് കുറച്ച് ഓവറായി. എന്തിനോട് അങ്ങനെ കുടിച്ച് നശിക്കണ ഈ? എന്തിനാ ഇനിയിപ്പോ എങ്ങനെയാ ഈ സൈക്കിളും കൊണ്ട് ഈ വീട്ടിലേക്ക് എത്തുക? മത്ത് ഞാൻ ഇവിടെ കിടന്നോളാം ഒരു അരമണിക്കൂർ. ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല. അവിടെ എനിക്ക് കിടക്കാനുള്ള സ്ഥലല്ലേ ഇത്? എന്നിട്ട് പുല്ലും ഉണ്ടാക്കൊക്കെ എവിടെ? എന്താ ചെയ്യണ്ട്? പിണ്ണാക്ക് എവിടെ? പിണ്ണാക്ക ഇവിടെ നല്ല കഥയാണ്. അതെ എനിക്ക് കെട്ടിറങ്ങാൻ ഒരു സാധനം തരട്ടെ. ദേഷ്യം ഉണ്ടാ എന്ത് എന്താ തെറിഞ്ഞ് ഇവിടെ കള്ളുണ്ടൊക്കെ അവിടെ? കള്ളല്ല ചോദിച്ചേ, മോരും വെള്ളം വേണോ? മോരിട്ട് കൊടുക്ക് വേഗം. നല്ല പിറ്റ മോരുമണം കുടിച്ചാ വേഗം കൊടുക്ക് മോര്. ആ മോരും വെള്ളം കുടിച്ചാ കെട്ടിറങ്ങും. അതാ പിന്നെ മോരും വെള്ളത്തിന് 15 ഉറുപ്പ്യാണ്. എത്ര? 15 ഉറുപ്പ്യ. ഞാനേ പാലല്ല ചോദിച്ചു, മോരും വെള്ളം ചോദിച്ചു. പാലിന് വില കൂടിയില്ലേ ഉണ്ണി? അതിന് മോരും വെള്ളത്തിന് എങ്ങനെ വില കൂടും? ഇവിടെ പാലുണ്ടല്ലേ മോരും വെള്ളം ഉണ്ടാക്കല്? പാല് കുടിച്ചിട്ടല്ലേ മോരുണ്ടാക്കല്? 15 ഉറുപ്പ്യ. 15 ഉറുപ്പ്യാവും. 15 ഉറുപ്പ്യ തരില്ല. തട്ടി പോരെ, മനുഷ്യന്മാരെ തട്ടിപ്പാക്കല്ലേ കച്ചവടം ചെയ്തിട്ട്. അതെ മോരും വെള്ളതാ കെട്ടിറക്കി വെക്കണം. കെട്ടിറക്കി മോരും വെള്ളം തരാൻ പക്ഷെ 15 ഉറുപ്പ്യ കൊടുക്കണം. അവിടെ 15 ഉറുപ്പ്യ തരാൻ പറ്റില്ല. പൈസ ഉണ്ടോ കയ്യിലോട്ടെ? പൈസ ഉണ്ട്. ഇവിടെ ഞാൻ ഇടുന്നു. ആരോട് ചേട്ടാ പഴം എടുത്ത്? ഉണ്ണി എന്റെ പൊട്ടും പൊളി എണീറ്റ് പോണം പറഞ്ഞു കേട്ടോ. ഇവിടെ കച്ചവടം നടക്കാമല്ലോ. അവിടെ പറഞ്ഞുതരാം. ഞാൻ പോവില്ല. എണീക്കടാ. പോവില്ല. എണീറ്റ് പോവണ്ടി വരട്ടെ, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ പറ്റും. ഉണ്ണി എന്റെ പൊട്ടും പൊളി എണീറ്റ് പോണം പറഞ്ഞു കേട്ടോ. ഇവിടെ കച്ചവടം നടക്കാമല്ലോ. അവിടെ പറഞ്ഞുതരാം. ഞാൻ പോവില്ല. എണീക്കടാ. പോവില്ല. എണീറ്റ് പോവണ്ടി വരട്ടെ, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ പറ്റില്ലേ? എന്ത് കോലാണത്? ഇത് എന്ത് പറ്റിയത്? എന്നും ഇങ്ങനെ തന്നെ ഇരിക്കല്. അത് പക്ഷെ ഓവറാണ്. എന്നിട്ട് ഈ ഫിറ്റായിട്ടാണ് ഈ സൈക്കിളിൽ പുല്ലും വെച്ചോണ്ട് വന്നേക്കണ്. ഇവിടെ വന്ന് ബഹളം വെക്കാണ്. എന്തിന്? അപ്പൊ ഞാൻ പറഞ്ഞ് കെട്ടിറങ്ങാൻ വേണ്ടി കുറച്ച് മോരും വെള്ളം തരാം. അത് നല്ലതാ. അത് മോര് കുടിച്ചോ. അത് കൊടുക്കാൻ പറ്റൂല. പൈസ ഇല്ല കയ്യില്. മോരും വെള്ളത്തിന് 15 ഉറുപ്പ്യല്ലേ? എത്ര? 15. 10 ഉറുപ്പ്യല്ലുള്ളൂ. അത് പറഞ്ഞു കൊടുക്കി. എന്റെ ചേട്ടാ പാലിന് വില കൂടിയില്ലേ? അപ്പൊ പിന്നെ മോരിന് വില കൂടൂലേ? ചായക്കും 15, മോര് വെള്ളത്തിനും 15. അപ്പൊ നിങ്ങളിത് വില കൂട്ടാൻ കാത്തിക്കാണത് ഇങ്ങനെ എന്താ സൂതേട്ടാ അങ്ങനെ പറയരുത്. ഞങ്ങൾ എത്രയോ നാളായിട്ട് പൈസ കൂട്ടിയിട്ടില്ല. ഇത് ടൗൺ ഒന്നും അല്ലല്ലോ, നാട്ടുമ്പുറം ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം വന്നോണ്ട്
കൂട്ടിയതാണ്. അപ്പൊ പാലിന്റെ വില കൂട്ടിയപ്പോ ടൗണായി. അല്ലിപ്പോ ആരും വർത്താനം പറയണ ഇങ്ങക്ക് ഇതിൽ സന്തോഷമല്ല വേണ്ടി. പാലിന് വില കൂട്ടി ക്ഷീര കർഷകരായി ഇങ്ങക്ക് ലാഭല്ലേ? അസല ലാഭമായി ഞങ്ങൾക്ക്. എന്നെ ചങ്ങായി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ, പിണ്ണാക്ക് മേടിക്കാനുള്ള കായ് കിട്ടിയായിരുന്നില്ല ഞങ്ങക്ക്. കഷ്ടപ്പെട്ടാണ് അവർക്ക് തീറ്റ ഇതൊക്കെ പുല്ലൊക്കെ അരിഞ്ഞു കൊടുക്കണോണ്ടാണ് അവർക്ക് ജീവിക്കണത്. എത്ര ദിവസം കൂടിയിട്ട് ഈ പാലിന് ഇത്തിരി വില കൂട്ടിയേക്കണത്? ഈ പിണ്ണാക്കിന് കാലിത്തീറ്റക്ക് എന്ന് വില കൂടിയതാ? നഷ്ടത്തിലായിരുന്നു ഞങ്ങള്. അല്ല എല്ലാ പണിക്കും അതിന്റെ നല്ല കായ് ചെലവുണ്ട്. എന്നിട്ട് ഒരു ഇത്തിരി പൈസ പാലിന് കൂട്ടിയപ്പോ നിങ്ങള് മോരിനും ചായക്കും ഒക്കെ അങ്ങോട്ട് വില കൂട്ടി. നിങ്ങൾ ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെലവില്ലേ? ചായപ്പൊടിക്കും പഞ്ചസാരക്കും ഒക്കെ പൈസ കൊടുക്കാതെ വെറുതെ കിട്ടോ? അതെ, കറണ്ടിന് ബില്ല് അടക്കണ്ടേ, ഗ്യാസിന് പൈസ കൊടുക്കണ്ടേ? അതിനൊന്നും വില കൂട്ടിയില്ലല്ലോ. എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ നല്ലേ? ഹലോ ഹലോ, ആ പറഞ്ഞാളി ആ എന്താണ് അതെന്താ എന്ത്? അയ്യോ അതെന്താ അക്രമമായി ചെന്നായി കാണിക്കണേ? ആ ശരി ഞാൻ നോക്കട്ടെ. ആ ബംഗാളിലെ പാല് ഇറക്കണ ബംഗാളി സത്യശീലേ അയച്ചല്ല, ഓ വരൂല. ഓ നാട്ടിലേക്ക് പോയിക്കോ. നാളെ വരില്ലെന്ന് കറക്കാൻ. ഞാനൊരു പുതിയ പശുവിനെ വാങ്ങിയിട്ട് അവിടേക്ക് കൈയ്യുണ്ട് കൊണ്ടായി അപ്പ തൊഴിക്കുന്നത്. ഇനിയിപ്പോ നാളെ ഇങ്ങനെ പാല് ഇറക്കുക? പാല് കറക്കൊക്കെ അറിയില്ല. ഞാൻ വല്ല വഴി ഞാൻ അവരെ പോണ വയ്ക്കേ അതിനെ കൂടി അവിടെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾക്ക് പണി എനിക്ക് പറഞ്ഞുതരാം. എനിക്ക് ആ സൈക്കിൾ പിടി. കാറിലൊന്നും പോകാൻ നിൽക്കണ്ട, സൈക്കിൾ പിടി. ആ ചാനലിറക്കി കൂടു, ചാനലിറക്കി. ആ അപ്പയ്ക്കൂടി പിടിച്ചോ കറക്റ്റാണ് പഠിച്ചത്. ഞാൻ വരുന്നില്ല, ഒറ്റയ്ക്കാ പോണ്ടേ. കുത്തി തരാഞ്ഞാണ് മുണ്ട് അടക്ക്. മൊയ്തു, എനിക്ക് സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, അത് ഒറ്റയ്ക്ക് പോട്ടെ. സൈക്കിൾ പിടി. ആ പോട്, പൊയ്ക്കോട്ട്. ഓ ആ പോണ എനിക്ക് അറിയില്ല. എന്താണ് മുന്നേ കാണിക്കണേ? എന്തൊരലമ്പാണ് കാണിക്കുന്നത്? എനിക്കോട് എനിക്ക് എന്ത് നടത്താണ്ടാ നടക്കണേ? അത് ഇവിടെ വെക്കാം, പിന്നെ ഒന്ന് ബോധം വരുമ്പോ എടുത്തോളൂ. കൊണ്ടോട്ടെ. ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടൊക്കെ പിടിക്കാൻ പോണെന്നില്ല മൊയ്തു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ, എനിക്ക് ശമ്പളം കൂട്ടി തരണേ. എന്തിനോ? ഇവിടെ ചായ അടിക്കല് മാത്രമാണ് ഞാൻ ചെയ്യണേ, വേറെ എന്തൊക്കെ പണിയാണ് ഞാൻ എടുക്കണേ? വേറെ ഇവിടെ ചെയ്യണ ഒരു പണി പറഞ്ഞേ. ആ പണി ഒരുപാട് പണി. ഇപ്പൊ കണ്ടില്ല, ആ കള്ളുടിയെ വീണ് അയാളെ സൈക്കിൾ എടുത്ത് അവിടെ കൊണ്ടുവച്ച് അയാളെ പുല്ല് ഇവിടെ കൊണ്ടുവച്ചൊക്കെ പണി. ആര് പറഞ്ഞു ഇതൊക്കെ ഏറ്റെടുക്കാൻ? ആര് പറഞ്ഞു? വഴി പോണവര് അതുവഴി നടന്നു പോയിക്കോളും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചായക്ക് 15 ഉറുപ്പ്യാക്കി, മോർവെള്ളത്തിന് 15 ഉറുപ്പ്യാക്കി, അപ്പൊ എന്താ എനിക്ക് കൂലി കൂട്ടിയാല്? അത് പാലിന് പൈസ കൂട്ടിയതുകൊണ്ടല്ലേ? പാല് പൈസ കൂടുതൽ കൊടുത്താലേ എനിക്ക് കിട്ടുള്ളൂ. അതന്നെ ഉള്ളൂ. അങ്ങനെ തന്നെ എല്ലാത്തിനും കൂട്ടുമ്പോ എല്ലാത്തിനും കൂട്ടുമ്പോ ഓരൊക്കെ പറഞ്ഞ ശരി തന്നെയാ. അപ്പൊ എനിക്ക് കൂലി കൂട്ടിയാലേ ഞാൻ നിക്കുള്ളൂ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണ ചായ റോബസ്റ്റപ്പഴന്ന് 4 എന്റെ കൺമുമ്പ് തിന്നു, അല്ലാതെയും തിന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി അതൊക്കെ എഴുതി വെക്കാം. ഇതാണ് കുഴപ്പം. ഇങ്ങനെ ഒരു റോബസ്റ്റ് പഴം തിന്നൊക്കെ എഴുതി വെച്ചാൽ അതിനൊക്കെ കണക്ക് പറയാൻ തന്നെ വളരെ മോശാട്ടോ. അപ്പൊ ഈ പാലിന്റെ പൈസ കൂടിയെന്നും പറഞ്ഞ ശമ്പളം കൂട്ടി ചോദിക്കണം, മോശല്ലേ? ഒരു പണിയാ മതി, അടുത്ത മാസം കൂട്ടിയാ മതി. ഇല്ല, അടുത്ത മാസം കൂട്ടണം. ഇല്ല. ഞാൻ ഇപ്പൊ പോയിട്ട് ചോറ് അവിടെ ഇതിന്റെ സമയമായി, മുഹൂർത്തത്തിന് സമയമായി. ഞാൻ ചോറ് അതിന് ആ കല്യാണം എന്നല്ലേ വിളിച്ചേക്കണം, നിങ്ങളെ വിളിച്ചിട്ടില്ല. എനിക്കും പോവാം, അവിടെ കല്യാണം നടക്കുമ്പോ എപ്പോഴും ഞാൻ പോണല്ലോ. ആ പാത്രം കഴുകി വെച്ചിട്ട് പോയാ. കൈ വെച്ചിട്ട് പോവാ. പാത്രം കഴുകിട്ട് പോയാ പോവുള്ളൂ.